നമസ്കാരം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാജ്യത്ത് ഉയരുന്ന വിദ്യാഭ്യാസ പ്രതിഷേധം പുതിയൊരു രാഷ്ട്രീയ രൂപം കൈക്കൊള്ളുകയാണ്. നീറ്റ് യുജി പരീക്ഷാ പേപ്പർ ചോർച്ച വിവാദത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയ ജെൻസി തലമുറയുടെ ഡിജിറ്റൽ പ്രചരണ രീതികളാണ് ഇപ്പോൾ ദേശീയ ശ്രദ്ധ നേടുന്നത്. പരമ്പരാഗത സമര രീതികൾക്ക് പകരം സോഷ്യൽ മീഡിയ, മീമുകൾ, ഇൻസ്റ്റഗ്രാം റീലുകൾ, ഡിജിറ്റൽ ക്യാമ്പയിനുകൾ എന്നിവ ആയുധമാക്കി യുവാക്കൾ നടത്തുന്ന പ്രതിഷേധം കേന്ദ്ര സർക്കാരിന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദമായി മാറുകയായിരുന്നു. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ പുറത്തു വന്നതിന് പിന്നാലെ വിദ്യാർത്ഥികളിൽ വലിയ നിരാശയാണ് അന്നുണ്ടായത്. പരീക്ഷയുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെട്ടതോടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യമാണ് ശക്തമായി വിദ്യാർത്ഥികൾ ഉയർത്തിയത്. തലസ്ഥാനമായ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമായി വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. ഇതുവരെ യുവതലമുറയെ മൊബൈലിലും സോഷ്യൽ മീഡിയയിലും മാത്രം സമയം ചെലവഴിക്കുന്നവരായി കണ്ടിരുന്നവരുടെ ധാരണകളെ മറികടന്നത് ജെൻസി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയപ്പോഴാണ്. അവരുടെ പ്രതിഷേധത്തിന്റെ പ്രധാന സവിശേഷത പരമ്പരാഗത രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കൊപ്പം ഡിജിറ്റൽ ലോകത്തെ ക്രിയേറ്റീവ് ആശയവിനിമയ രീതികൾ ഉപയോഗിക്കുന്നു എന്നതുകൂടിയായിരുന്നു. മീമുകളിലും വൈറൽ വീഡിയോകളിലൂടെയും സർക്കാരിന്റെ നടപടികളെ ചോദ്യം ചെയ്യുന്ന ക്യാമ്പയിനുകൾ വലിയ രീതിയിൽ പ്രചരിച്ചു. പ്രതിഷേധക്കാർ രൂപീകരിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന കൂട്ടായ്മയും ശ്രദ്ധ നേടിയിരുന്നു. ചില വിവാദ പരാമർശങ്ങളെ ആക്ഷേപഹാസ്യമായി തിരിച്ചുപയോഗിച്ചാണ് ഈ പേര് സ്വീകരിച്ചത് എന്നാണ് പ്രതിഷേധക്കാരുടെ വിശദീകരണവും. രാഷ്ട്രീയ വിമർശനത്തെ ഹാസ്യത്തിലൂടെയും ഡിജിറ്റൽ ഉള്ളടക്കങ്ങളിലൂടെയും അവതരിപ്പിക്കുന്ന ജെൻസി രീതിയാണ് ഈ പ്രതിഷേധത്തിന്റെ പ്രത്യേകതയായി വിലയിരുത്തപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടികളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമാവുകയായിരുന്നു. സമരക്കാരോട് സ്വീകരിച്ച സമീപനത്തെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സർക്കാരിനെതിരെയും ഭരണ സംവിധാനത്തിനെതിരെയും വലിയ തോതിൽ ചർച്ചകൾ നടന്നു. യുവാക്കളുടെ ഈ ഡിജിറ്റൽ പ്രതിരോധം ഒരു പുതിയ പ്രതിഷേധ മാതൃകയാണെന്ന് വിലയിരുത്തുന്നവരും ഏറെയാണ്. കൂടാതെ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ നിരീക്ഷണവും വലിയ പ്രാധാന്യം നേടി. പരീക്ഷാ സംവിധാനത്തിലെ വീഴ്ചകൾ പരിഹരിക്കേണ്ടതിന്റെ ആവശ്യകത കോടതി ചൂണ്ടിക്കാട്ടിയത് വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം നൽകിയെന്നാണ് പ്രതിഷേധ സംഘടനകൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ അവഗണിച്ചു എന്ന വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നിരുന്നു. എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ വിഷയം പാർലമെന്റിലേക്കും എത്തുകയായിരുന്നു. പ്രതിപക്ഷ പാർട്ടികൾ നീറ്റ് വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ പാർലമെന്റിലെ ചർച്ചകളും കൂടുതൽ കടുക്കുകയായിരുന്നു. പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നീറ്റ് വിവാദം പ്രധാന വിഷയമായി മാറി. പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധം തുടരുകയായിരുന്നു. വിഷയത്തിൽ സർക്കാർ പ്രതിരോധത്തിലായെന്ന രാഷ്ട്രീയ വിലയിരുത്തലുകളും പുറത്തു വന്നു. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ചില നടപടികൾ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള നിയമപരമായ നടപടികൾ ശക്തമാക്കുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പുതിയ വ്യവസ്ഥകൾ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയത്തിൽ പ്രതികരിച്ചതും സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കാനുള്ള ശ്രമമായി വിലയിരുത്താം. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ നിന്ന് പ്രതിഷേധക്കാർ പിന്നോട്ട് അപ്പോഴും പോയിരുന്നില്ല. പ്രതിപക്ഷ പാർട്ടികളും വിദ്യാർത്ഥി സംഘടനകളും ഒരേ ആവശ്യവുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വസ്തത പുനഃസ്ഥാപിക്കണമെന്നും ഉത്തരവാദിത്തമുള്ളവർ നടപടി നേരിടണമെന്നും അവർ ആവശ്യപ്പെട്ടു. നീറ്റ് വിവാദം ഒരു പരീക്ഷാ പ്രശ്നം മാത്രമല്ല, രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ചുള്ള വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ജെൻസി തലമുറയുടെ ഈ പ്രതിഷേധം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായമാണോ എന്ന ചർച്ചയും ഇപ്പോൾ ശക്തമാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് തെരുവിലേക്കും അവിടെ നിന്ന് പാർലമെന്റിലേക്കും എത്തിയ ഈ പ്രക്ഷോഭം ഭാവിയിലെ യുവജന മുന്നേറ്റങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണമായി മാറുകയാണ്.